എന്തെല്ലാം ചങ്കാള സുഖല്ലേ. എൻ്റെ സ്നേഹിതൻ്റെ ഉമ്മ മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം അവനെന്ന് വിളിക്കുന്നതിലും കൂടുതൽ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുക ഉമ്മ എന്താ അവനോടൊരു കാര്യം പറഞ്ഞു. പക്ഷെ അവൻ അന്ന് രാത്രി 1 മണിക്കൂർ മുന്നേ ഡ്യൂട്ടിക്ക് എത്തേണ്ട ആവശ്യമുണ്ട്, സ്റ്റോക്ക് ടേക്കിംഗ് ആണ്. അപ്പം ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഞാൻ നാളെ രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഉമ്മ എന്തോ ഒരു കാര്യം പറഞ്ഞു, പക്ഷെ അവനെ ശരിക്കും കേട്ടില്ല. അങ്ങനെ സലാം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഡ്യൂട്ടിയിൽ ഇരിക്കുക അന്ന് രാവിലെ സെക്യൂരിറ്റിൻ്റെ അടുത്താണ് അവിടെ മൊബൈൽ അലൗഡ് ഇല്ല. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു നിരന്തരം ഫോൺ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, ഇനി ഫോൺ അറ്റൻഡ് ചെയ്യാറ്. അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഉമ്മാൻ്റെ മരണ വാർത്ത കേട്ടോ. അങ്ങനെ നാട്ടിലെത്തി ഉമ്മാൻ്റെ കബറടക്കം കഴിഞ്ഞ് പെങ്ങളെടുത്തെത്തിയപ്പോൾ പെങ്ങള് നിൽക്കാതെ കാര്യം. അപ്പോൾ പെങ്ങള് പറയാണ്, കുഞ്ഞു ഇന്നലെ ഉമ്മ നിന്നെ കുറേ സംസാരിച്ചു എന്ന് പറഞ്ഞു, വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ പെട്ടെന്ന് നാട്ടിൽ വരാൻ ഉമ്മക്ക് കാണാൻ അത്രയും ആഗ്രഹമുണ്ട് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് ഉമ്മ വെച്ചാൽ എനിക്ക് താടി വന്നു, മീശ വന്നു, അതേപോലെ നമ്മളെ പഴയ കുഞ്ഞുവിൻ്റെ ആ സ്വഭാവമല്ല, അവൻ്റെ ആ കളിയും ചിരിയൊക്കെ പോയിട്ടുണ്ട്. ഇനി അവനോട് ഒന്ന് വാട്സപ്പ് ചെയ്തേക്കാണ്ട് പെട്ടെന്ന് നാട്ടിൽ വരാൻ പറ, എനിക്ക് കാണാൻ അത്രയും ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ നെഞ്ച് പൊട്ടിട്ടോ. അപ്പോൾ ഇത് പറഞ്ഞു വരേണ്ടത് എന്താ അറിയോ, നമ്മൾ ഉമ്മാൻ്റെ ആഗ്രഹങ്ങളായി കാരണം അവർ പെട്ടെന്ന് പറയാം, അപ്പം ആഗ്രഹം കാണാനും ഒക്കെ. അപ്പം നമ്മൾ ഇങ്ങനത്തെ കോള് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാനും നോക്കുക. പിന്നെ ആ കാര്യം എന്താ പറഞ്ഞത് അത് പൂർണ്ണമാക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ എന്താ അറിയോ, ഇതൊരു കനൽ പോലെ നമ്മളെ ഉള്ളിൽ ഇങ്ങനെ കിടക്കൂട്ടോ, നമ്മൾ മരിക്കോളം.